എടീ അനക്ക് ഇതേതാ സ്ഥലം എന്നറിയോ? ആർക്കപ്പോൾ അറിയാത്ത കാളിയാവ് ചെത്തടവ് പാലത്തിൻ്റെ തായല് ഇതിപ്പോൾ എല്ലാവർക്കും അറിയോ? പിന്നെ ഇപ്പം എന്താ ഞാൻ പറഞ്ഞിട്ട് ആർക്കപ്പോൾ അറിയാത്ത നിങ്ങൾക്ക് മാത്രമേ പറയുള്ളത്. ഇത് കാണുന്ന മനുഷ്യന്മാർക്കൊക്കെ അറിയാം. നോക്കാം. എന്തോ ഒരു രസമുള്ള സ്ഥലമല്ലേ? നമ്മളെ കാളിയാവിൻ്റെ ഭംഗി വേറെ എവിടെയെങ്കിലും കിട്ടുമോ? അപ്പം ഞങ്ങളെല്ലാവരും പാടെ കാളിയാവ് അങ്ങാടിക്കാണ് ഇറങ്ങി. അപ്പരിയിൽ വെറുതെ ഇങ്ങനെ ഇരിക്കേനി. ഇത് ചെത്തിക്കടവ് പാലത്തിൻ്റെ താഴെ ഭാഗമാണ്, ഗ്രൗണ്ടാണ് ഞങ്ങളെ. ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ ഒരു പുതിയ സ്റ്റേഡിയം വരികയാണ്. കുട്ടികളൊക്കെ വെറുതെ ഇങ്ങനെ കുത്തുന്നപ്പോൾ ഓൽക്ക് ഇങ്ങനെ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ കളിയും കാര്യങ്ങളൊക്കെ നടക്കലുണ്ട് ഒരു സമയം. അപ്പം ഇത് കൊക്കിനെ കണ്ട് പോവാട്ടോ. കൊക്കിനെ കണ്ട് പോവാണ്. കൊക്ക് ഞങ്ങളെത്തിയപ്പോൾ ഇതിന് കൊക്ക് എത്തേണ്ടി കൊടുത്ത് എത്തിക്കണം. അങ്ങനെ അവിടെ എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ചുറ്റുഭാഗമൊക്കെ ക്ലിയർ ആക്കുന്നുണ്ട്. JCB കാര്യങ്ങളൊക്കെ വന്ന് ഞങ്ങൾ പണ്ടത്തെ കാലത്തൊക്കെ ഞങ്ങൾ കളിച്ച് നടന്നിരുന്ന സ്ഥലമാണ്. അവിടെ ഒരു പാറയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്നൊക്കെ നല്ല രസമായിട്ട് ചാടാൻ വെള്ളമൊക്കെ എല്ലാ സമയത്ത് ചാടാനും ഇരിക്കാനൊക്കെ പറ്റിന്. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു ചാല് കയറിയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങില്ല, മക്കളൊക്കെ ഉണ്ടായതുകൊണ്ട്. വൈകുന്നേരമായ മക്കൾക്ക് എയിലെങ്കിലൊക്കെ പോകണം. അപ്പോൾ പിന്നെ നമ്മളെ നാട്ടിൽ തന്നെ ഇതേമാതിരിക്ക് നല്ല സ്ഥലങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ പുറത്ത് പോകണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പിന്നെ ഞങ്ങൾ പാലത്തിൻ്റെ മുകളിലോട്ട് പോണ്. അവിടെ നല്ല രസമാണ് കാണാൻ. എടിക്കൂതരെ ആ പാലം വരുന്നതിന് മുമ്പ് എന്തോ ഒരു ചുറുക്കേനെ അവിടെ കാണാൻ എനിക്കറിയും. ഞങ്ങൾ ഈ പാലം വരുന്നതിൻ്റെ മുമ്പ് താഴത്ത് കൂടെ ഇറങ്ങിങ്ങാണ്ട് നടന്നുകാണ്ട പോകുന്നില്ല. അത് കൊച്ചറിയില്ലല്ലോ. ഞാനൊക്കെ ഇപ്പോൾ കഴിഞ്ഞാരപ്പടുത്തല്ല പറയണത്. അതൊക്കെ അറിയണേ. അതൊക്കെ ഇടയ്ക്ക് ചോദിച്ചേണ്ട ഈ സ്ഥലമൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നൊക്കെ ചോദിച്ചേണ്ട നമ്മളതിക്കൂടെ പോകുമ്പോൾ. അതൊക്കെ തന്നെ എന്ത് രസം ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് കാണാൻ. എന്തൊരു വൈബാണ് ഇങ്ങനെ കാണാൻ. അതിലാരെ രസമായിനി. അവിടെ പാറ ഉണ്ടായിനി. അതിൻ്റെ അടിയിൽ കൂടെ നടന്ന് പോകുമ്പോൾ ഞങ്ങൾ കുറേ കുട്ടികളുണ്ടാവും. കുട്ടികളൊക്കെ പാടെ ആ പാറം വന്ന് വെള്ളത്തേക്ക് ചാടും ഇരിക്കും. ഇപ്പം എന്താ അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞിട്ടോ. അപ്പോൾ എല്ലാവരും തിരിച്ചാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മടങ്ങുക കേട്ടോ. അപ്പോൾ ഇതിന് മഗ്‌രിബിൻ്റെ സമയമായിക്കണേ. മഗ്‌രിബിൻ്റെ സമയമായി എന്ന് മാത്രമല്ല, ഞങ്ങൾ വെറുതെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയി നോക്കി. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പ്രഷറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയും ചെയ്താന്നൊക്കെ കരുതിയാണ്ടൊക്കെ അരി വെക്കിയതാണ്. അപ്പോഴത്തേനൊക്കെ എല്ലാവരും അടച്ചു കൂട്ടി പോയിക്കണ്. കജ്ജിൽ പൈസ ഉണ്ടായില്ല. കുറച്ച് നാരങ്ങുട്ടായാണ് വാങ്ങിക്കൊടുത്തു. കുട്ടികളായി അഡ്ജസ്റ്റ് ചെയ്തു. ഒരു നഷ്ടാളിയും ആണ് അല്ലേ? പക്ഷേ ഈ നാരങ്ങുട്ടായി തിന്ന് പഴയ നാരങ്ങുട്ടായിൻ്റെ രസം കിട്ടുന്നില്ല കേട്ടോ. ഈ നാരങ്ങുട്ടായിക്ക് ഭയങ്കര പുളി മധുരമൊക്കെ ആയി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങിട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി. അറിയാത്തവർക്കൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടിട്ടോ. അതുപോലെ കാണുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.